നമ്മളെ 6-ാം വാർഡ് കുറുപ്പഞ്ചാലിലെ ആ കൊടുംവളവുണ്ടല്ലോ, അത് ആ സ്ഥലം ആ വളവ് നീർത്തിയാണ്ട് കെട്ടിയാൽ മതി എന്നുള്ള തീരുമാനം എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടോ. 2-3 ദിവസം ഇങ്ങനെ പിന്നെ ഇതിൻ്റെ പിന്നാലെ ഇതൊരു വാർത്തയായിട്ട് പുറം ലോകത്തേക്ക് എത്തിച്ച സിറാജ് പത്രത്തിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം നമ്മളെ നാട്ടിൽ മുഖ്യധാര പത്രങ്ങളൊക്കെ ഇവിടെ വേറെ ഉണ്ടല്ലോ. നമ്മൾ ഓലൊക്കെ വേക്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് പത്രത്തിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അതൊന്നും വലിയ മുഖവിലേക്ക് എടുത്തില്ല. എന്നാലും നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്യണ ആ ഒരു ഇതിങ്ങനെ പല ഗ്രൂപ്പുകളിലും ഒക്കെ എത്തിച്ചപ്പം ഇതാരാന്നറിയില്ല, നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെയാണ് ഈ പത്ര റിപ്പോർട്ടിൽ വന്നത്. അതിൽ വലിയ സന്തോഷമായി. കാരണം എന്താ വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എയർപോർട്ടുകാർക്കാണ് നമ്മളെക്കാട്ടിലും ഈ 6-ാം വാർഡിലുള്ള അല്ലെങ്കിൽ കുറുപ്പഞ്ചാലുള്ള ആൾക്കാരെയും കാട്ടിലും കൂടുതൽ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ വലിയൊരു പിന്നെ നമ്മളെക്കാട്ടിലും കൂടുതൽ എയർപോർട്ട് അതോറിറ്റിക്ക് ആവശ്യമായ ഒരു സംഗതിയാണ് ആ ഒരു വളവ് നീർത്തൽ എന്നുള്ളത്. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫയർഫോഴ്സിന്, എയർപോർട്ടിൻ്റെ ഫയർഫോഴ്സിന് കുതിച്ചെത്താൻ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു. നമ്മളൊരു വോയിസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നത് ഓരെ ധരിപ്പിച്ചാൽ മതി എയർപോർട്ട് അതോറിറ്റിനാന്ന് പറഞ്ഞത്, അതേമാർക്ക് പത്ര റിപ്പോർട്ടിൽ ആ ഒരു സംഗതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരോ നമ്മളറിയാത്ത ആരാരും, നമുക്ക് പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ആരോ ഒരു നല്ല മനുഷ്യനെ അതിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ ഈ വോയിസ് അയക്കുന്നതിന് ഇതിൽ നമ്മൾ ആരും അറിയാതെ, പേര് പോലും വെളിപ്പെടുത്താതെ ആ കാര്യങ്ങൾ എയർപോർട്ട് അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതേമാതിരിക്ക് ഇത് നമ്മളെ തൃശ്ശൂർക്ക് പോകണ, എറണാകുളം പോകണ റൂട്ടിൻ്റെ ഒരു ഷോട്ട് വേണമെന്നൊക്കെ അതൊക്കെ ആ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ വോയിസുകൾ പല ഗ്രൂപ്പൊക്കെ നമ്മൾ ഇട്ടിന്, അതിൽ ആരാണ് എന്താ ചെയ്തതെന്നറിയില്ല. അതൊരു പത്ര റിപ്പോർട്ടായിട്ട് വന്നും ചെയ്ത് ഒരു തീരുമാനമായി. ഇന്നത്തെ പത്രത്തിൽ 3 ദിവസം കൊണ്ട് ആ സ്ഥലം വിട്ടു കൊടുത്താണ്ട് നേരെ മതിൽ കെട്ടാന്നുള്ള തീരുമാനമായി. അപ്പം ഇന്നലത്തെ പണിയൊക്കെ അങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പം പറയേണ്ടത് എന്താ വെച്ചാൽ, ഒരു നാട്ടിലൊരു ആവശ്യം വന്നപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം. സിറാജ് പത്രമാണ് ഒരു ആവശ്യം ആയി വന്നപ്പോൾ നമ്മളെ കൂടെയൊക്കെ നിന്നാണ്ട് അത് പുറം ലോകത്തെത്തിച്ചു. ഇപ്പം ഈ സിറാജ് എന്ന് പറഞ്ഞാൽ ഈ 6-ാം വാർഡ് കുറുപ്പഞ്ചാലിൽ മാത്രമല്ലല്ലോ, മലപ്പുറം ജില്ലയിലും കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലും അങ്ങ് അമേരിക്കയിലും നിന്നാണ്ട് വരെ ഈ സിറാജ് പത്രം ഓൺലൈനായിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് മറ്റ് വാർത്തകളിൽ നമ്മൾ പല രീതിയിലും, മനോരമ ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും മാധ്യമമാണെങ്കിലും ഒക്കെ ഓലെ വൈത്തലൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടും വലിയൊരു കാര്യം കിട്ടിയില്ല. ഇവരെന്ത് ചെയ്ത്, സിറാജ് ഇത് മൊത്തത്തിലാണ്ട് സ്പ്രെഡാക്കി അതൊരു പിന്നെ വാർത്തയാക്കി എല്ലായിടത്തും എത്തിച്ച്. അപ്പം ഇതിലൊരു മുഖ്യ പങ്ക്, നല്ലൊരു പങ്ക് വഹിച്ച സിറാജ് പത്രത്തിനാണ് എല്ലാ കടപ്പാടും നന്ദി. പിന്നെ നമ്മളെ വാർഡ് നേതാക്കൾ ഓലൊക്കെ മുൻകൈ എടുത്തിട്ടാണല്ലോ, എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ നമ്മളൊരു സംഗതി സാധ്യമാകുക. അപ്പം ഈ ഒരു വാർത്ത 2-3 ദിവസമായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞതിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അറിയിച്ചു എന്ന് മാത്രം. താങ്ക് യു.